കോമേഴ്സ് അക്കാഡമി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത SPIPO പ്രിലിംസിൻ്റെ പാർട്ട് 1 ആണ് ചെയ്തത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു, അതൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് അധികം സമയം കളയണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നേരെ കിടക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കിയേ. 10 years ago ആവറേജ് ഏജ് ഓഫ് A and B വാസ് 30 years. അപ്പോൾ പ്രസൻറ്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B എന്ന് പറഞ്ഞാൽ 30 × 2 60. ഇവരുടെ സംബന്ധം പറഞ്ഞാൽ 60 ആണ്. അത് 10 വർഷം മുന്നേ ഉള്ളതാണ്. അപ്പം 10 വർഷത്തിന് ശേഷം എയുടെയും 10 വയസ്സ് കൂടും, പിയുടെയും 10 വയസ്സ് കൂടും. അപ്പോൾ ഇപ്പോൾ എത്രയായി? 60 + 20 80 years. ഇതെന്ന് പറഞ്ഞാൽ 80 years എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ഇവരുടെ ഏജാണ്. പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് 80 years, ഹെൻസ് ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് A to B ഈസ് 5:7 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ A:B = 5:7. എത്ര വർഷത്തിന് ശേഷം? 8 yearsന് ശേഷമാണ്. അപ്പോൾ നോക്കിയാൽ ഓൾറെഡി പ്രസൻറ്റിൽ രണ്ടുപേരുടെയും കൂടെ സമ്മ 80 ആണ് കിടക്കുന്നത്. അപ്പോൾ 8 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ 8 വർഷം കൂടും, ബിയുടെ 8 വർഷം കൂടും. അങ്ങനെ 8 + 8 16. അപ്പോൾ 80 + 16 96 കിട്ടും. 8 വർഷം കഴിഞ്ഞുള്ള അവരുടെ ഏജിൻ്റെ സംബന്ധം പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്ന റേഷ്യോ ആണ് 5:7. അപ്പോൾ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. സോ 7 × 8 56 years എന്ന് കിട്ടും. അതേ സ്ഥാനത്ത് ബിയുടെ ആണെങ്കിൽ 5 × 8 40 years എന്ന് കിട്ടും. അപ്പോൾ ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ? ഇഫ് ദ ഏജ് ഓഫ് C 5 years ago വാസ് 7/9 ഓഫ് ഏജ് ഓഫ് B 3 years ago. അപ്പോൾ ബിയെ നമുക്ക് കൺസിഡർ ചെയ്യാം. പേയുടെ ആവശ്യമില്ല. ബിയെ കൺസിഡർ ചെയ്യുമ്പോൾ 56 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ 8 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജാണ് 56 years. അപ്പോൾ നമുക്ക് പെർസെൻറ്റിലേക്ക് ആദ്യം പോകണം. അപ്പോൾ മൈനസ് എന്ത് ചെയ്യണം? 8 ചെയ്യണം. അപ്പോൾ 48 ആയി. 48 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ നമ്മളെത്തി. പിന്നെ ഏജ് ഓഫ് B 3 years ago. അപ്പോൾ 3 ഇയേഴ്സും കൂടെ കുറയ്ക്കുക. അപ്പോൾ എത്രയായി? 45. ഇതിൻ്റെ 7/9 ആണ് സിയുടെ 5 years മുന്നേ ഉള്ള ഏജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതൊന്നും കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്രയായി? 35. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന വേറൊന്നുമല്ല, പ്രസൻറ്റ് ഏജ് ഓഫ് സി ആണ്. ഇപ്പോൾ ഈ 35 എന്ന് പറഞ്ഞാൽ സിയുടെ 5 വർഷം മുന്നേ ഉള്ള ഏജാണ്. അപ്പോൾ പ്രസൻറ്റേജിലേക്ക് വരണമെങ്കിൽ 35ൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? 5ഉം കൂടെ ആഡ് ചെയ്യണം. സോ ആൻസർ ഈസ് 40 years. സോ 40 years എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് there are X+14 students. അതിൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X years ആണ്. അതിൻ്റെ കൂടെ 2 ടീച്ചേഴ്സിനെയും കൂടെ ആഡ് ചെയ്യുന്നു. ആ 2 ടീച്ചേഴ്സിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിന് 1 വയസ്സ് കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഏജിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. എത്രയാണ്? 64 years. സോ ഫൈൻഡ് X. സോ നോക്കിയേ, നമുക്ക് സമ്മ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. സോ X+14 × X. സോ X+14 × X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സം കിട്ടും. ടോട്ടൽ സം ഓൾറെഡി കിട്ടി. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ടീച്ചേഴ്സും കൂടെ വരുന്നു. 2 ടീച്ചേഴ്സിൻ്റെയും സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. 64 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 64ഉം കൂടെ ആഡ് ചെയ്യും. സോ ഇതെന്ന് പറഞ്ഞാൽ സമ്മാണ്. സം ഡിവൈഡഡ് ബൈ എന്ത് വരണം? നമ്പറാണ് വരേണ്ടത്. നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നോക്കിയാൽ X+14 ഉണ്ട്. അതിൻ്റെ കൂടെ എത്ര പേരും കൂടെ വന്നു? 2 പേരും കൂടെ വന്നു. അപ്പോൾ ഇവിടെ എന്തായി? X+14 + 2 വരും. ദാറ്റ് ഈസ് X+16. സോ സം ബൈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് ആണ്. അപ്പോൾ ആവറേജിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആവറേജ് ഇൻക്രീസസ് ബൈ 1 year. നേരത്തെ ഉണ്ടായിരുന്ന ആവറേജ് എത്രയാണ്? X years ആണ്. അതിൽ നിന്ന് 1 വയസ്സ് കൂടി. അപ്പോൾ ഇവിടെ എന്തായി? X+1 എന്നുള്ള കേസ് ആയി. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ X² + 14x + 64 = X+1 × X+16 വരും. ദാറ്റ് ഈസ് X² + 17x + 16 എന്ന് വരും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. X+1 × X+16. X² കൂടെ നമുക്ക് കട്ട് ചെയ്യാം. സോ 3x = 48 എന്ന് വരും. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 16 എന്ന് കിട്ടും. സോ ആൻസർ ചോദിച്ചേക്കുന്നത് വാല്യൂ ഓഫ് X ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 16. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്കൊരു ഇത് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ പാറ്റേൺ ആണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻസിനൊക്കെ കാണുന്ന ഒരു പർട്ടിക്കുലർ മോഡലാണിത്. ഇപ്പോൾ പ്രീക്ക് വരെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 2 ടൈപ്പ് ഓഫ് നമ്പർ സീരീസ് ആണ് തന്നേക്കുന്നത് നിങ്ങൾക്ക്. ഒന്ന് ഈവൻ നമ്പർ സീരീസും, അതിനകത്ത് 5 ടേം ഉണ്ട്. അതുപോലെ തന്നെ
രണ്ടാമത്തേത് ഓഡ് നമ്പർ സീരീസ് ആണ്. അതിനകത്തും 5 ടേം ഉണ്ട്. 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ സീരീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഈ ഓടാണേലും ഈവൻ ആണെങ്കിലും രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ വ്യത്യാസത്തിലാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് സീരീസിനെ എങ്ങനെ എഴുതുകയാണ്, ഫസ്റ്റ് ടേം എ ആണെങ്കിൽ സെക്കൻഡ് ടേം a+2 ആണ്, തേർഡ് ടേം വരുന്നത് a+4, a+4, a+6, a+8. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അടുത്തത് തേർഡ് ടൈമിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 വരെ മതിയായിരിക്കും അതിനകത്ത്. ഇനി സെക്കൻഡ് സീരീസ് എന്ന് പറഞ്ഞാലും ഓഡ് സീരീസ് തന്നെയാണ്, അതിനും രണ്ടിൻ്റെ വ്യത്യാസം തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബി എന്ന് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. b+2 ദെൻ b+4. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്. ദ തേർഡ് ടേം ഓഫ് ദ സീരീസ് എ ഈസ് 3 മോർ ദാൻ ദ തേർഡ് ടേം ഓഫ് സീരീസ് ബി എന്ന് പറഞ്ഞത്. സോ ഇത് രണ്ട് ടേംസും തമ്മിലുള്ള ഡിഫറൻസ് 3 years ആണ്. പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്ക് അത് പോകേണ്ട ഒരു കാര്യമില്ല. അടുത്തത് നോക്കുക. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് ടേം ഓഫ് ബോത്ത് സീരീസ് ഈസ് 397. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരണം? 397. അടുത്ത ചോദിച്ചേക്കുന്നത് എന്താ? സം ഓഫ് തേർഡ് ടേം ഓഫ് സീരീസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്രയാണ്? സോ a+b എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് 397. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ മതി? 8 ആഡ് ചെയ്ത് വെച്ചാൽ മതി. സോ ആൻസർ ഈസ് 405. അങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഫസ്റ്റ് ടേം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ a-b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് എടുക്കുക, മറ്റേ ടേമിൻ്റെ ഡിഫറൻസ് കാണുക, അങ്ങനെ ചെയ്യും. ഒരു ഫസ്റ്റ് ടേം എന്താണെന്ന് കാണാനായിട്ട്. പക്ഷേ ഇത് അത്ര ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം a+b എന്താണെന്ന് നമുക്കറിയാം. ഡയറക്റ്റായിട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ 405 ഈസ് ദ ആൻസർ. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് DIയുടെ ഒരു സെഷനിലേക്ക് വരാം. 2 DIയും ഒരു കേസ്ലെറ്റും ആയിരുന്നു നമുക്ക് ആ ഷിഫ്റ്റിനുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ DIയിലേക്ക് വരാം. ഇതൊരു മിക്സഡ് ചാർട്ടാണ്. ബാർ ഗ്രാഫും പൈ ചാർട്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു ഗ്രാഫാണ്. സോ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പർ സോൾഡ് പബ്ലിഷേഴ്സാണ് ABCDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പർ സോൾഡിൻ്റെയാണ് ആദ്യം തന്നിരിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൻ്റെ മാത്രമുള്ള പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ആദ്യം ഒന്ന് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് 5 ഗ്യാപ്പാണ് ഉള്ളത്. സോ വാല്യൂ വരുന്നത് 130 ആണ്. സോ ഇവിടെ നമ്മൾ വാല്യൂ നോക്കുമ്പോൾ 150, 160, 170, 180 ആണ് വരുന്ന വാല്യൂ. ദെൻ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഈസ് 200. ഈ വാല്യൂ 250 ആണ്. ദെൻ അടുത്ത വാല്യൂ വരുന്നത് നമുക്ക് 150. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ ആദ്യം എഴുതുക. ഇനി ഇവിടെ നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് തന്നെ പൈ ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100% കിട്ടണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ 2 വാല്യൂസ് തന്നിട്ടുമുണ്ട്. അപ്പോൾ നോക്കുക. 20 + 10 30, 30 + 25 55, 55 + x + 2x എന്ന് പറഞ്ഞാൽ 3x% ആണ്. 3x%. അപ്പം നോക്കിയേ, ബാക്കിയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 55%. ബാലൻസ് എത്ര വരണം? 100 - 55, അതായത് 45. അപ്പോൾ ബാലൻസ് വരുന്നതാണ് ഈ 3x% എന്ന് പറഞ്ഞാൽ. സോ 3x% എന്ന് പറഞ്ഞാൽ 45 ആണ്. സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 15 എന്ന് കിട്ടും. സോ ഈ എക്സിൻ്റെ വാല്യൂ നമ്മളങ്ങ് മാറ്റുകയാണ്. 15% വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് 2x ആണ്. സോ ദിസ് ഈസ് 30%. അപ്പോൾ ഇത് എ, ദിസ് ഈസ് ഫോർ ബി, ദെൻ സി, ഡി ആൻഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഓരോ പബ്ലിഷറും ന്യൂസ് പേപ്പർ എത്ര, മാഗസിൻ എത്ര സോൾഡ് ചെയ്തെന്നുള്ളത് ആദ്യം എഴുതാം. അപ്പോൾ നമുക്കൊരു ചാർട്ട് പോലെ ആക്കാം. അത് A, B, C, D, E. അപ്പം മാഗസിൻ, പിന്നെ ഉള്ളത് ന്യൂസ് പേപ്പറാണ്, ദെൻ ടോട്ടൽ. ഒരു കാര്യം നമുക്ക് നോട്ടായിട്ട് തന്നിട്ടുണ്ട്. ഈ നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ്, അതിന് വെറുതെ കളയാനുള്ള ഒരു സാധനമല്ല. അത് നോട്ട് ചെയ്താൽ മാത്രമേ ബാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ എ ഈസ് 50. അപ്പോൾ മാഗസിൻ മാത്രം എത്രയാണ്? 50 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാഗസിനും ന്യൂസ് പേപ്പറും കൂടെ ചേർന്നാണ് 130 എന്ന് വരുന്നത്. രണ്ടും കൂടെ ചേർന്ന് 130 ആണ്. മാഗസിൻ മാത്രം 50 ആണ്. രണ്ടും കൂടെ ചേർന്ന് എത്രയാണ്? 130. അങ്ങനെയാണ് ഇത് എത്ര വരും? 80. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. മറ്റേത് നോക്കിയേ, ബിയുടെ കേസ് രണ്ടും കൂടെ ചേർന്ന് എത്രയാണ്? 180. അപ്പം
നമുക്ക് അതിന് മുന്നേ വേറൊരു കാര്യം കണ്ടുപിടിക്കണം. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ന്യൂസ് പേപ്പറിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇത് ന്യൂസ് പേപ്പർ മാത്രമാണ്. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ്? 20%. അപ്പോൾ നേരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80. അപ്പോൾ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പം ഇത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ 100%. സോ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400. അപ്പോൾ ഇത് മനസ്സിൽ വിചാരിച്ചോളൂ. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ വാല്യൂ വരുന്നത് 400 ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇനി ന്യൂസ് പേപ്പേഴ്സിൻ്റെ വേണമെങ്കിൽ അവിടുന്ന് എഴുതാം. അപ്പോൾ എയുടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ബിയുടെ നോക്കിയാൽ 10% ഓഫ് 400 ആണ്. പെർസെൻറ്റേജും 00 കളയുക, ദാറ്റ് ഈസ് 40. ദെൻ അടുത്തത് നോക്കിയാൽ 25% ഓഫ് 400. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 × 400 എന്ന് പറഞ്ഞാൽ 100 ആണ്. ദെൻ അടുത്തത് നോക്കിയാൽ 15% ഓഫ് 400. പെർസെൻറ്റേജും 00 കട്ട് ചെയ്യുക, 15 × 4 എന്ന് പറഞ്ഞാൽ 60 ആണ്. ദെൻ അടുത്ത എത്രയാണ്? 30% ഓഫ് 400. 30% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജും 00 കളയുക, ദാറ്റ് ഈസ് 120. അപ്പോൾ ടോട്ടൽ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 200, 250, 150. അങ്ങനെയാണ് ബിയുടെ വാല്യൂസ് നമുക്ക് എഴുതാമല്ലോ. ഇവിടെ അപ്പോൾ എത്ര വരും? 140 വരും. ദെൻ ഇതെത്ര വരും? 100 വരും. ഇവിടെ എത്ര വരും? നമുക്ക് 250 60 കുറച്ചു, ദാറ്റ് ഈസ് 190 വരും. ഇവിടുത്തെ വാല്യൂ എത്രയായിരുന്നു? 150 നമ്മൾ 120 കുറയ്ക്കുന്നു, ദാറ്റ് ഈസ് 30. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ DI എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ബൈ എഫ് ഈസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് സി എന്ന് പറഞ്ഞത്, ദാറ്റ് ഈസ് ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ബൈ സി. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇതിനകത്തില്ല. ഇപ്പോൾ റേഷ്യോ നമുക്കറിയാം. ഇവിടെ ജസ്റ്റ് ഒന്ന് അനോട്ടേഷൻ പോലെ എഴുതുക. എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സി ഓഫ് എൻ, ദാറ്റ് ഈസ് സിയുടെ ന്യൂസ് പേപ്പർ. റേഷ്യോ എത്ര വരുന്നത്? 25% മോർ എന്നാണ് പറയുന്നത്. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോ ഇത് 4 ആണെങ്കിൽ 4 + 1 എത്ര വരും? 5 ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. സോ സി പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പറിൻ്റെ നമ്പർ നമുക്കറിയാം. എത്രയാണ്? 100 ആണ്. സോ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. സോ 4 × എത്രയാണ്? 25 ആണ്. സോ അതുപോലെ തന്നെ ഇവിടെ ×25 ചെയ്യുക, ദാറ്റ് ഈസ് 125 ആണ് എഫ് പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സിൻ്റെ നമ്പർ. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ ബി ആൻഡ് എഫ്. സോ ബിയുടെ മാഗസിൻ ഈസ് ടു എഫിൻ്റെ മാഗസിൻ, ദാറ്റ് ഈസ് 7:4. അപ്പോൾ എഫിനെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല. ബിയുടെ മാഗസിൻ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ബിയുടെ മാഗസിൻ എത്രയാണ്? 140 ആണ്. സോ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 ആണ്. സോ ×2 ×20 ആണ് വരുന്നത്. ഇവിടെ ×20 ചെയ്യുക. അപ്പം 125 - 80, ദാറ്റ് ഈസ് 45. സോ 45 ഈസ് ദ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. 40% of magazines published by A are sold and 20% published by A are unsold ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ സോൾഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 40% ഓഫ് മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ എ, മാഗസിൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 50 ആണ്. അതിൻ്റെ 40% ഓഫ് 50. പെർസെൻറ്റേജും 00 നമുക്ക് കട്ട് ചെയ്യാം. വാല്യൂ വരുന്നത് 20 ആണ്. സോ മറ്റേത് പറഞ്ഞാൽ 20% ഓഫ് ദ മാഗസിൻസ് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഡാറ്റ സോൾഡ് ആണ്. അപ്പോൾ 20% അൺസോൾഡ് ആണ്, 80% ആയിരിക്കും സോൾഡ്. സോ 80% ഓഫ് ഏതാണ്? ന്യൂസ് പേപ്പർ ഓഫ് എ ആണ്. ന്യൂസ് പേപ്പർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 80 ആണ്. സോ 80% ഓഫ് 80. പെർസെൻറ്റേജും 00 കട്ട് ചെയ്യാം. ആൻസർ ഈസ് 64. സോ രണ്ടും തമ്മിലുള്ള റേഷ്യോ, മാഗസിനും ന്യൂസ് പേപ്പറും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇത് മാഗസിൻ്റെ ആണ്, ദിസ് ഈസ് ന്യൂസ് പേപ്പർ. സോ 20:64. അപ്പോൾ നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 16 വരും. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 5 ഒന്ന് വരും. സോ 5:16. ഓക്കെ, 5:16 ഈസ് ദ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് പറഞ്ഞേക്കുന്നത് റേഷ്യോ ഓഫ് സ്പോർട്സ് ടു ഫാഷൻ മാഗസിൻ പബ്ലിഷ് ബൈ ഡി ഇൻ ദ റേഷ്യോ 5:4. അപ്പോൾ മാഗസിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയുടെ മാഗസിൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 180 ആണ്. സോ റേഷ്യോ ഏതാണ്? ഇതിന് ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യണം? 5:4. ഇത് സ്പോർട്സ് മാഗസിൻ, ഇത് ഫാഷൻ. സോ ടോട്ടലാണ്, ഇത് രണ്ടിൻ്റെയും കൂടെ ടോട്ടലാണ് 180. സോ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. സോ ഇത് 80 വരും. 4 × 20 is 80 ആൻഡ് ദിസ് ഈസ് 100.
അപ്പോൾ സ്പോർട്സ് മാഗസിൻ 100 ആണ്, ഫാഷൻ മാഗസിൻ 80 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അടുത്ത പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഓഫ് സ്പോർട്സ് മാഗസിൻ പബ്ലിഷ്ഡ് ബൈ ഡി, ദറ്റ് ഈസ് ദിസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് total number of magazines, total number of newspapers published by A. Total number of newspapers published by A is 80. So 100 divided by 80 into 100 ആണ് വരുന്നത്. So 100 divided by 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/4 എന്ന് പറയും. 5/4 ആണ്. 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 125%. ഇല്ല, ഇവിടെ ഒന്നുകൂടെ നോക്കിയാൽ മതി. 25 into 5 is 125. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Total number of newspapers published by G is 4x more than that of E. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓൾറെഡി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാണ് പൈ ചാർട്ടിൻ്റെ അവിടെ എക്സിൻ്റെ വാല്യൂ. സോ 4x മോർ ദാൻ ബി. അപ്പോൾ ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 4x പ്ലസ് ഇയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയുടെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ 120 ആണ്. സോ 4 into 15 plus 120. So 60 plus 120 ആണ്, ദാറ്റ് ഈസ് 180. സോ ജിയുടെ ന്യൂസ് പേപ്പറിൻ്റെ എണ്ണം നമുക്ക് കിട്ടി 180 ആണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ജിയുടെ മാഗസിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗസിൻ ഈസ് എക്സ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ മാഗസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. സോ 50 minus 50, ദാറ്റ് ഈസ് 35. ഇനി ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ ജി. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ആൻസർ വരുന്നത് 215. സോ ഇവിടെ ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്യാം. 215 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ടോട്ടൽ നമ്പർ ഓഫ് മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ ബി ആൻഡ് എഫ് ടുഗെദർ ഈസ് 12x. എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 15 ആണ്. സോ 12 into 15 ഈക്വൽ ടു 12 into 15 പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്? 12ൻ്റെ ഹാഫ് എടുക്കുക, 6 ആണ്, ലാസ്റ്റ് ഒരു 0 ഇടും. സോ 180. മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ ബി പ്ലസ് എഫ് ആണ് 180 നമുക്ക് കിട്ടുന്നത്. ദെൻ അടുത്ത ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ എഫ് ആൻഡ് ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ ബി നമുക്കറിയാം എത്രയാണ്, 140 ആണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് മാഗസിൻസ് പബ്ലിഷ്ഡ് ബൈ ബി ഈസ് 140. അങ്ങനെയാണ് മാഗസിൻ പബ്ലിഷ്ഡ് ബൈ എഫ് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? 180 മൈനസ് എന്ത് ചെയ്താൽ മതി, 140 ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. സോ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ എഫ് ഈസ് 140. ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ട, മാഗസിൻ പബ്ലിഷ്ഡ് ബൈ ഡി. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മാഗസിൻ പബ്ലിഷ്ഡ് ബൈ ബി ഈസ് ഡി ഈസ് 180. സോ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ ഡി ഈസ് 180. ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ 180 പ്ലസ് 40 ദാറ്റ് ഈസ് 220. 220 ഡിവൈഡഡ് ബൈ എത്രയാണ്, 2. സോ ആൻസർ ഈസ് 110. ബേസിക് കാൽക്കുലേഷൻ എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് വാല്യൂസ് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ ഡി ഐയുടെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. ഇതൊരു ടേബിൾ ചാർട്ടാണ്. ടേബിൾ ചാർട്ടിനകത്ത് ഇത് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യണം. 2 നോട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. ഫസ്റ്റ് നോട്ട്, സെക്കൻഡ് നോട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബിൽഡിങ്സ് ഉണ്ട്, 4 ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സും ഉണ്ട്, വേക്കൻറ്റ് ഫ്ലാറ്റ്സും ഉണ്ട്. ടോട്ടൽ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓക്യുപ്പൈഡ് പ്ലസ് വേക്കൻറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഫ്ലാറ്റ്സ്. പിന്നെ ഒക്യുപ്പൈഡിനകത്ത് തന്നെയാണ് നോക്കിയാൽ ഓക്യുപ്പൈഡ് ബൈ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ്. പബ്ലിക് സെക്ടർ എംപ്ലോയീസും പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസും കൂടെയാണ് ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ആണ്. ഓക്യുപ്പൈഡ് മീൻസ് പബ്ലിക് പ്ലസ് പ്രൈവറ്റ്. 2 ടൈപ്പ് ആളുകളും കാണുമല്ലോ ഫ്ലാറ്റിനകത്ത്. പബ്ലിക്കും കാണും, പ്രൈവറ്റ് ആളുകളും കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എല്ലാം ആദ്യം ഒന്ന് ഡീകോഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് പബ്ലിക്, പ്രൈവറ്റ്, വേക്കൻറ്റ്, ടോട്ടൽ എന്നുള്ള ഒരു ഇത് കാൽക്കുലേഷൻ നമുക്ക് ആദ്യം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പബ്ലിക് സെക്ടറിൻ്റെ മാത്രമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ തന്നിരിക്കുന്നത് 4x + 40 ആണ്. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ദെൻ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സ് ഇൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:1 ആണ്. നമുക്ക് ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സ് ഇൻ എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 300. അപ്പോൾ ആദ്യത്തെ കാര്യം അത് നമുക്ക് കണ്ടുപിടിക്കാം. 300നെ ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു? 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. സോ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. സോ ഇത് 200, ദിസ് ഈസ് 100. അപ്പോൾ ഇത് പബ്ലിക്, ഇത് പ്രൈവറ്റ്. അപ്പോൾ എയുടെ നമുക്ക് വാല്യൂ അങ്ങ് എഴുതാം. 200, 100. ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി നോക്കിയേ,
അപ്പോൾ ടോട്ടൽ ഫ്ലാറ്റ്സ് തന്നെ നമുക്കറിയാം ഓക്യുപ്പൈഡും വേക്കൻറ്റും കൂടെ ആണെന്നറിയാം. വേക്കൻ്റ് എന്ന് പറഞ്ഞാൽ 40%. 40% വേക്കൻ്റ് ആണെങ്കിൽ ഒക്യുപ്പൈഡ് എത്രയായിരിക്കും? 60% ഒക്യുപ്പൈഡ് എല്ലാം കൂടെ നമുക്ക് എത്ര വരും? 300 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എഴുതുകയാണ്. 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 300. അതായത് ബാക്കിയുള്ള ഒക്യുപ്പൈഡ് നോക്കാം. 1% എന്ന് പറഞ്ഞാൽ എത്ര വരും? 5. 6 വെച്ച് 2നെ ഡിവൈഡ് ചെയ്യാം. 1% എന്ന് പറഞ്ഞാൽ 5. മൊത്തം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 100%. 100% എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? 500. അതായത് ഒക്യുപ്പൈഡ് പ്ലസ് വേക്കൻ്റ് എത്ര വരും? 500. അപ്പോൾ ഞാനിവിടെ 500 ടോട്ടൽ എന്ന് എഴുതുകയാണ്. നമുക്ക് വേക്കൻ്റ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 500 മൈനസ് എന്ത് ചെയ്താൽ മതി? 300 ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻ്റ് കിട്ടും. സോ ഇറ്റ് ഈസ് 200. അപ്പോൾ എയുടെ എല്ലാ വാല്യൂവും നമ്മൾ കണ്ടുപിടിച്ചു. ഈ എക്സിൻ്റെ വാല്യൂ കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നോക്കിയേ, 4x + 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വാല്യൂ വരുന്നത്? പബ്ലിക് സെക്ടറിൻ്റെ ആണ് വരുന്നത്. പബ്ലിക് സെക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 200. സോ 4x + 40 = 200 എന്ന് നമുക്ക് അറിയാം. സോ 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 200 - 40 ആണ്. എത്രയാണ്? 160. സോ എക്സിൻ്റെ വാല്യൂ വരുന്നത് 40. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടണം. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്ന് വായിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത നമുക്ക് ബി സി ഡിയുടെ വാല്യൂസ് എല്ലാം നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം ഇതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അടുത്ത വാല്യൂസും കൂടെ നമുക്ക് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 240. 240 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? പബ്ലിക്കിൻ്റെ മാത്രമാണ്. സോ പബ്ലിക് ഈസ്റ്റ് പ്രൈവറ്റിൻ്റെ റേഷ്യോ നമുക്കിവിടെ തന്നിട്ടുണ്ട് 8:5. അപ്പോൾ നമുക്ക് നേരെ കൊടുക്കാം. ബിയുടെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 8:5. പബ്ലിക്കിൻ്റെ വാല്യൂ എത്രയാണ്? 240 ആണ്. സോ 8 എന്ന് പറഞ്ഞാൽ 240. 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 240 ആണ്. ഇൻറ്റു എത്ര വരും? 30 ഇൻറ്റു ഇപ്പോൾ എത്ര വരും? 150. പബ്ലിക് ഈസ്റ്റ് പ്രൈവറ്റ്. അപ്പോൾ ഇവിടെ 240 വരും. ഇവിടെ വാല്യൂ എത്ര വരും? 150. ഇനി ഇത് മുമ്പേ എടുത്ത പോലെ തന്നെ കേസ് 25% എന്ന് പറഞ്ഞാൽ വേക്കൻ്റ് ആണ്. അപ്പോൾ ഓക്യുപ്പൈഡ് എത്ര വരും? ബാക്കിയുള്ള 75%. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 390. 75% എന്ന് പറയുന്നതാണ് 390. 75% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 ആണ്. 3/4 ഈസ് 390. അപ്പോൾ 3 ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. എത്ര വരും? 130 എന്ന് വരും. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 130 × 4 ദാറ്റ് ഈസ് 520. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫ്രാക്ഷനായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ 1 എന്ന് എടുത്തത്. പെർസെൻറ്റേജ് ആകുമ്പോൾ നമ്മൾ 100 എടുക്കുക. 75% നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതിയോണ്ടാണ് 1 എന്ന് എടുത്തത്. സോ ഇവിടെ എത്ര വരും? 520. ഓക്കെ, അപ്പം ബാലൻസ് എത്ര വരും? 520 എന്ന് എന്ത് കുറയ്ക്കുക? 390 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 520 - 390 136. സോ അപ്പോൾ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത വാല്യൂയിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ അടുത്ത സിയുടെ വാല്യൂയിലേക്ക് നമുക്ക് വരാം. സി ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. സിയുടെ വരുന്നത് 5:3. 5ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 300 ആണ്. ഇൻറ്റു എത്ര വരും? 60. ഇത് ഇൻറ്റു 60 വരും. ദാറ്റ് ഈസ് 180. ഇവിടെ 300. ദിസ് ഈസ് 180. അപ്പോൾ ഇവിടെ നോക്കിയാൽ 20% ആണ് വേക്കൻറ്റ്. ബാക്കി എത്ര വരും? 80%. 80%ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ? ദാറ്റ് ഈസ് 480. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്യാം. 8 വെച്ച് 2നെയും കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 6. 100% എന്ന് പറഞ്ഞാൽ എത്ര വരും? 600. അപ്പോൾ ഇവിടെ വാല്യൂ എത്രയായി? 600 ബാലൻസ് എത്ര വരും? 120. അപ്പോൾ അതിൻ്റെ വാല്യൂ അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ സിയുടെ ആയി. ഡിയുടെ കൂടെ നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. ഡിയുടെ നോക്കുക, ഇതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. 2:1 ആണ് വരുന്നത്. 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. സോ 2 ഇൻറ്റു എത്രയാണ്? 75. ഇവിടെ ഇൻറ്റു 75 ചെയ്യുക. സോ 150 75. ഓക്കെ, 55% വേക്കൻറ്റ്. ബാക്കി 45% അപ്പോൾ ഒക്യുപ്പൈഡ് ആയിരിക്കും. സോ 45% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 + 75 ആണ്. ദാറ്റ് ഈസ് 225. 1% എത്രയാണെന്ന് നോക്കുക. 45 ഇൻറ്റു 5 ആണ്. അപ്പോൾ 5 എന്ന് കിട്ടും വാല്യൂ. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500. സോ വാല്യൂ നമ്മളിവിടെ എഴുതി 500. അപ്പോൾ നോക്കിയാൽ ബാലൻസ് എത്ര വരും? 500 ൽ നിന്ന് 225 കുറച്ച് കഴിഞ്ഞാൽ 275. അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസും ഡിഡക്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ഡി ഐ ഇതുപോലെ തന്നെ ആദ്യം ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്തതിന് ശേഷം വേണം ക്വസ്റ്റ്യൻസിലേക്ക് വരാനായിട്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ അതിൻ്റെ വാല്യൂസ് എല്ലാം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വാല്യൂസ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാനായിട്ട്.
അപ്പം ഈ കേസ് ആദ്യം ഏതിനെ പറ്റിയാണ് പറയുന്നത്? എയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ എയുടെ നോക്കിയേ, റേഷ്യോ ഓഫ് ഫ്ലാറ്റ് ഓക്യുപ്പൈഡ് ബൈ ഫീമെയിൽ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ വാല്യൂ നോക്കുക. എയുടെ പബ്ലിക് സെക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 200 ആണ്. എയുടെ പബ്ലിക് സെക്ടറിൻ്റെ വാല്യൂ. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ, ഫീമെയിൽ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ ഈസ് 120. ടോട്ടൽ ആളുകൾ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 200 ആണ്. ഫീമെയിൽ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ ഈസ് 120, വിച്ച് ഈസ് 20% മോർ ദാൻ ഫ്ലാറ്റ് ഓക്യുപ്പൈഡ് ബൈ മെയിൽ ഇൻ പ്രൈവറ്റ് സെക്ടർ. അപ്പം ഫൈൻഡ് ദ സം ഓഫ് ഫ്ലാറ്റ് ഓക്യുപ്പൈഡ് ബൈ മെയിൽ ഇൻ പബ്ലിക് സെക്ടർ. മെയിൽ ഇൻ പബ്ലിക് സെക്ടറും ഫീമെയിൽ ഇൻ പ്രൈവറ്റ് സെക്ടറുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മെയിൽ ഇൻ പബ്ലിക് സെക്ടറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫീമെയിൽ ഇൻ പബ്ലിക് സെക്ടർ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാം. 120 ആണെന്നറിയാം. ടോട്ടൽ ആളുകൾ പബ്ലിക് സെക്ടറിലുള്ളത് 200. അങ്ങനെയാണെങ്കിൽ മെയിൽ ഇൻ പബ്ലിക് സെക്ടർ എത്ര വരും? 200ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 120 കുറച്ചാൽ മതി, 18 കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫീമെയിൽ ഇൻ പ്രൈവറ്റ് സെക്ടർ. ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫീമെയിൽ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ ഈസ് 120, വിച്ച് ഈസ് 20% മോർ ദാൻ. ഇപ്പോൾ 6:5 എന്ന് വരും റേഷ്യോ. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. 5ൽ നിന്ന് 1 കൂടുതൽ 6. അപ്പോൾ ഫീമെയിൽ ഇൻ പബ്ലിക് സെക്ടറാണ് അല്ലേ? ഫീമെയിൽ ഇൻ പബ്ലിക് സെക്ടർ ഈസ് 20% മോർ ദാൻ മെയിൽ ഇൻ പ്രൈവറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഇൻ പബ്ലിക് സെക്ടർ 120 ആണ്. 6 എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ ഇൻറ്റു 20 വരും. ഇവിടെ ഇൻറ്റു 20 വരുമ്പോഴത്തേന് 100. സോ മെയിൽ ഇൻ പ്രൈവറ്റ് സെക്ടർ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 100 ആണ് കിട്ടി. മെയിൽ ഇൻ പ്രൈവറ്റ് സെക്ടർ. എയുടെ നമുക്ക് ചോദിച്ചേക്കുന്ന ഫീമെയിൽ ഇൻ പ്രൈവറ്റ് സെക്ടറാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ നോക്കിയേ, പ്രൈവറ്റ് സെക്ടർ ആകെ 100 പേരേ ഉള്ളൂ. ആ 100, പക്ഷേ ഇത് മെയിൽ തന്നെ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 100 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 100 - 100 0 ആണ് ഏത് വരുന്നത്? ഫീമെയിൽ ഇൻ പ്രൈവറ്റ് സെക്ടർ നമുക്ക് 0 കിട്ടത്തുള്ളൂ. കാരണം 100 ഓൾറെഡി അതിനകത്ത് ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള സം എത്രയാണെന്ന് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 80 വരും, മറ്റേത് 0 വരും. സോ 80 + 0 ഈസ് ഈക്വൽ ടു 80. സോ ആൻസർ ഈസ് 80. ഓക്കെ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇത് കുറച്ച് ലെങ്തിയാണ്, വളരെ സൂക്ഷിച്ച് വായിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത്. സോ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ബിൽഡിംഗ് എഫിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ബിൽഡിംഗ് എഫ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. ബിൽഡിംഗ് എഫ് ഇൻ ബിൽഡിംഗ് എഫ് റേഷ്യോ ഓഫ് ഓക്യുപ്പൈഡ് ടു വേക്കൻറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ബിൽഡിംഗ് ബി എന്നാണ് പറഞ്ഞത്. ബിൽഡിംഗ് ബിക്കകത്ത് ഓക്യുപ്പൈഡും വേക്കൻറ്റും തമ്മിലുള്ള അതേ ഇതിൽ തന്നെയാണ് ബിൽഡിംഗ് എഫിൽ ഉള്ളത്. സോ എഫിൻ്റെ നമ്മൾ എഴുതുകയാണ് ഓക്യുപ്പൈഡ് ഈസ് ടു വേക്കൻറ്റ് 390 ഈസ് ടു 130. ഇതിൻ്റെ റേഷ്യോ വരുമ്പോൾ 3:1 എന്ന് പറ്റും. ഓക്യുപ്പൈഡ് ഈസ് ടു വേക്കൻറ്റ് എവിടെയുള്ളതാണ്? എഫിലുള്ളത്. ദെൻ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഫ്ലാറ്റ്സ് ഓക്യുപ്പൈഡ് ബൈ പബ്ലിക് സെക്ടർ എംപ്ലോയീസ്. അതായത് എഫിൻ്റെ പബ്ലിക് സെക്ടർ, പി യു എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. എഫിൻ്റെ പബ്ലിക് സെക്ടർ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആവറേജ് ഓഫ് ഫ്ലാറ്റ്സ് ഓക്യുപ്പൈഡ് ബൈ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഇൻ എ ആൻഡ് ബി. എ ആൻഡ് ബിയിലെ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഏതൊക്കെ വരും? 100, 150. സോ 100, 150 കൂടെ വരുമ്പോൾ 250 ആണ്. അതിൻ്റെ ആവറേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 250/2 എത്ര വരും? 125 എന്ന് വരും. അപ്പോൾ ആ വാല്യൂ നമ്മളെടുത്ത് സൂക്ഷിച്ചെടുക്കണം, ഇല്ലേ ഇത് തെറ്റിപ്പോവും. ദെൻ അടുത്തത് പറഞ്ഞേക്കുന്നത് ഇഫ് ദ വേക്കൻറ്റ് ഫ്ലാറ്റ്സ് ഇൻ എഫ് ബി. ആ നൊട്ടേഷനും കൂടെ കൊടുക്കുക, അപ്പോൾ തെറ്റത്തില്ല. വേക്കൻറ്റ് ഫ്ലാറ്റ്സ് ഇൻ എഫ് ഈസ് 2/5 ഓഫ് ഫ്ലാറ്റ്സ് ഓക്യുപ്പൈഡ് ഇൻ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 125. സോ 2/5 ഇൻറ്റു 125 ദാറ്റ് ഈസ് 25 ഈക്വൽ ടു 50. നമുക്കിനി പ്രൈവറ്റ് സെക്ടറാണ് വേണ്ടത്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഓക്യുപ്പൈഡിനകത്ത് തന്നെയാണ് പബ്ലിക്കും പ്രൈവറ്റും വരുന്നത്. അപ്പം വേക്കൻ്റ് നമുക്ക് എത്രയാണെന്നറിയാം? 50 ആണെന്നറിയാം. സോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ് നമുക്കറിയാം. അപ്പോൾ ഇതെത്ര വരും? 150. അപ്പോൾ ഓക്യുപ്പൈഡിനകത്ത് തന്നെയാണ് പബ്ലിക്കും പ്രൈവറ്റും വരുന്നത്. അപ്പോൾ നോക്കിയേ, പബ്ലിക് എത്രയാണെന്നറിയാം? 125 ആണ്. അപ്പോൾ പ്രൈവറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 150ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 125 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈവറ്റിൻ്റെ വാല്യൂ കിട്ടും. ആൻസർ ഈസ് 25. സോ ആൻസർ ഈസ് 25. ഓക്കെ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വേക്കൻറ്റ് ഫ്ലാറ്റ്സ് ഇൻ സി ആൻഡ് ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സ് ഇൻ ബി ടുഗെദർ. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കാം. സി വേക്കൻറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ എത്ര വരും? 120 വരും. ദെൻ അടുത്ത് പറയുന്നത് ബി ഓക്യുപ്പൈഡ് 390.
സോ നമ്മൾ ആദ്യം അത് എഴുതാം. 390 പ്ലസ് 120 ഈസ് ടു. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്ലാറ്റ്സ് ഓക്യുപ്പൈഡ് ബൈ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഇൻ സി പ്രൈവറ്റ്. സി പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആണ്. സി പ്രൈവറ്റ് ഈസ് 180. അടുത്ത എത്രയാണ്? ഡി പബ്ലിക് എന്ന് പറഞ്ഞാൽ 150. സോ 180 പ്ലസ് 150. സോ ഇതാണ് വാല്യൂ നമുക്ക് വരുന്നത്. എത്ര വരും? 330 വരും. ഇവിടെ എത്രയാണ്? 510 വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര വരും? 17:11. സോ 17:11 ഈസ് ദ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും ഒരു ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യനാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നല്ലപോലെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഡിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ ഡിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡിയുടെ പബ്ലിക് സെക്ടറും ഡിയുടെ പ്രൈവറ്റ് സെക്ടറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഡിയുടെ പബ്ലിക് സെക്ടറിൻ്റെ കാര്യം ആദ്യം ചെയ്താൽ പി യു എന്ന് ഞാൻ പബ്ലിക് സെക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിനകത്ത് പറഞ്ഞേക്കുന്നത് 20% ഹാവിങ് കാർ ആൻഡ് റിമൈനിങ് ഹാവിങ് ബൈക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിയുടെ പബ്ലിക് സെക്ടറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി. എത്രയാണ്? 150. സോ 150ക്കകത്ത് നോക്കുക, 20% കാറാണെങ്കിൽ ബാക്കി 80% എന്തായിരിക്കും? ബൈക്കായിരിക്കും. അപ്പോൾ കാറ് ബൈക്ക് അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുവാണ്. സോ റേഷ്യോ എത്ര വരും? 1:4. സോ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. സോ ഈ വാല്യൂ വരുന്നത് 120 വരും. ഇതെത്ര വരും? 30 വരും. ഇനി അടുത്തത് നമുക്ക് ഡിയുടെ പ്രൈവറ്റിൻ്റെ നമുക്ക് നോക്കാം. ഡിയുടെ പ്രൈവറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% ഓഫ് പ്രൈവറ്റ് എംപ്ലോയീസ് ഹാവിങ് ബൈക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ബൈക്ക് ഈസ് ടു കാറാണ് നമുക്ക് തന്നേക്കുന്നത്. ബൈക്കിൻ്റെ വരുന്നത് 40% ആണ്. ബാക്കി കാർ എത്ര വരും? 60% വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്ര വരും? പെർസെൻറ്റേജ് എല്ലാം കട്ടായി പോകും. റേഷ്യോ വരുന്നത് 2:3. സോ ഡിയുടെ പ്രൈവറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കിയാൽ ഡിയുടെ പ്രൈവറ്റിൻ്റെ വാല്യൂ വരുന്നത് 75 ആണ്. സോ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15. അപ്പോൾ ഇത് 45. 2 × 15 ഇവിടെ എത്ര വരും? 30 വരും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് സെക്ടർ എംപ്ലോയീസ് ഹാവിങ് ബൈക്ക്. പബ്ലിക് സെക്ടർ എംപ്ലോയീസ് ഹാവിങ് ബൈക്ക് ഈസ് 120. പിന്നെ പറഞ്ഞേക്കുന്നത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഹാവിങ് കാർ. പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഹാവിങ് കാർ ഈസ് 45. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 120 മൈനസ് 45, ദാറ്റ് ഈസ് 75. സോ 75 ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് ദ നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് ഇൻ എ ഫ്ലോർ ഈസ് 2.5x. അപ്പോൾ ആദ്യം നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 40 ആണ് വാല്യൂ. സോ 2.5 × 40 ഈക്വൽ ടു 100 എന്ന് കിട്ടും. ആൻഡ് നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് ഇൻ ഈച്ച് ഫ്ലോർ ഈസ് സെയിം. എല്ലാ ഫ്ലാറ്റിലും 100 എല്ലാ ഫ്ലോറിലും 100 ഫ്ലാറ്റ് വീതം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് നമ്പർ ഓഫ് ഫ്ലോർ ഇൻ സി ആൻഡ് ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സിയുടേത് ടോട്ടൽ നമുക്കറിയാം 600 ആണ്. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് എത്രയാണെന്ന് കിട്ടും. അതുപോലെ തന്നെ സിയുടെയും ഡിയുടെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡിയുടെ നോക്കിയാൽ ടോട്ടൽ എത്രയാണ് വരുന്നത്? 500. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ ഓരോ ഫ്ലാറ്റിലും 100 വീതം. 500 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ ഫ്ലാറ്റിൻ്റെ നമ്പർ നമുക്ക് കിട്ടും. ഡിയുടെ ഫ്ലോറിൻ്റെ നമ്പർ നമുക്ക് കിട്ടും. സോ 600 ബൈ 100 ഈസ് 6 പ്ലസ് ഇതെത്ര വരും? 5 വരും. സോ 6 + 5 ഈസ് ഈക്വൽ ടു 11. സോ ആൻസർ ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ ഡി ഐയിലേക്ക് നമുക്ക് വരാം. ഒരു കേസ്ലെറ്റാണ്. ഈ കേസ്ലെറ്റ് നമ്മൾ വെൻ ഡയഗ്രം വെച്ച് ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെൻ ഡയഗ്രത്തിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സോ നമുക്ക് നോക്കാം. 3 ഡിഫറെൻറ്റ് ഗെയിംസ് ആണുള്ളത്. അപ്പം ഞാനിത് ഡയഗ്രായിട്ട് വരയ്ക്കുകയാണ്. ഏതൊക്കെയാണുള്ളത്? വോളിബോൾ, ദെൻ ചെസ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത് പറഞ്ഞാൽ ദ പീപ്പിൾ ഹൂ ലൈക്ക് ഒൺലി വോളിബോൾ ഈസ് x+10. ഒള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്, ഈ പർട്ടിക്കുലർ പാർട്ടിനെയാണ് ഒള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ വോളിബോൾ ലൈക്ക് ചെയ്യുന്ന ആളുകൾ എത്രയാണ്? x+10. ആൻഡ് പീപ്പിൾ ഹൂ ലൈക്ക് ഒൺലി ചെസ് ഈസ് 15 ലെസ് ദാൻ ദാറ്റ് ഓഫ് വോളിബോൾ. ഒള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് 1, 2, 3. അപ്പോൾ വോളിബോളിനേക്കാൾ എത്ര കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 15 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x+10
മൈനസ് എന്ത് വരും 15 വരും. സോ എക്സ് പ്ലസ് 10 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 5. അതെവിടെ വരും? ഈ പാർട്ടി വരും. ചെസ് ലൈക്ക് ചെയ്യുന്ന ആളുകളുടെ അവിടെ. ഇനി അടുത്ത് പറഞ്ഞേക്കുന്ന പീപ്പിൾ ഹൂ ലൈക്ക് ഓൺലി ക്രിക്കറ്റ് ഈസ് 28. ഓൺലി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്. എത്ര വരും? 28. ഇനി ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ലൈക്ക് ഓൺലി വൺ ഗെയിം ഈസ് 21. ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ലൈക്ക് ഓൺലി ഗെയിം ഈസ് 21 എന്ന് പറഞ്ഞാൽ 3 ഗെയിമല്ലേ ഉള്ളൂ. 21 × 3 എത്രയാണ്? 63. ഒള്ളിയുടെ എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 63 വരും. അപ്പോൾ ഒള്ളി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കി 2x പ്ലസ് 10 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരും. 2x പ്ലസ് 5 പ്ലസ് 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 63 ആണ്. സോ 2x പ്ലസ് 33 is equal to 63. 2x is equal to 63 minus 33. That is 13 വരും. x is equal to നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ഞാൻ മാറ്റി എഴുതാനായിട്ട് പോവുകയാണ്. ഇവിടെ എത്ര വരും? 25 എന്ന് വരും. ഇവിടെ 15 മൈനസ് 5 എത്ര വരും? 10 എന്ന് വരും. സോ ആ രണ്ട് വാല്യൂസ് നമുക്ക് സെറ്റായി. ഇനി നമുക്ക് അടുത്ത എന്താ? പീപ്പിൾ ഹൂ ലൈക്ക് ഓൾ ദ ഗെയിംസ് ടുഗെദർ. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ എവിടെ വരേണ്ടത്? ഇവിടെ വരേണ്ടത്. ഇനി ദ റേഷ്യോ പീപ്പിൾ ഹൂ ലൈക്ക് വോളിബോൾ ആൻഡ് ചെസ് ടുഗെദർ. വോളിബോൾ ആൻഡ് ചെസ് ടുഗെദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട്. ഇപ്പം വോളിബോൾ ആൻഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ചെസ് ആൻഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 1:2 ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ തമ്മിലാണ്? വോളിബോളും ചെസ്സും, വോളിബോൾ ചെസ് ടുഗെദറും, പിന്നെ എന്താണ്? ചെസ്സ് ക്രിക്കറ്റ് ടുഗെദറും തമ്മിൽ. അപ്പോൾ വോളിബോൾ ചെസ് ടുഗെദർ എത്രയാണ്? ഈ പാർട്ടല്ലേ. അപ്പം നമുക്കിതിനെ വേണേൽ 1A എന്നും 2A എന്നും വേണേൽ കൊടുക്കാം. സോ ഇതെന്ത് വരും? 1A അഥവാ A. 2 ചെസ് ആൻഡ് ക്രിക്കറ്റ് ടുഗെദർ. ചെസ് ആൻഡ് ക്രിക്കറ്റ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2A. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ പീപ്പിൾ ഹൂ ലൈക്ക് ചെസ് ഈസ് 96. എന്ന് വെച്ചാൽ ടോട്ടൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ എത്ര വരും? 96. ഇതെല്ലാം കൂടെ ചെസ്സ് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 96 ആണ് പറഞ്ഞു. അപ്പോൾ നോക്കി അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10 + 50 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 + 3A is equal to 96. സോ 3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 മൈനസ് 60 ആണ് വരുന്നത്. എത്ര വരും? 36. സോ A is equal to 12. അപ്പോൾ എയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. എത്ര വരും? 12 എന്നായി. ഇവിടെ എത്ര വരും? 12 × 2 ഇത് എത്രയാവും? 24. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂസ് വെച്ച് വേണം ഇത് സോൾവ് ചെയ്ത്. കാണുമ്പോൾ ഭയങ്കര ഇതാണെന്നൊക്കെ തോന്നും, വേരിയബിളും ഒക്കെ വന്നു ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നും. സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. നോക്കുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസാണ്. ആ DA കേസിൽ സോൾവ് ചെയ്യുന്ന ഒരു പ്രയാസമേ ഉള്ളൂ നിങ്ങൾക്ക്. ഫസ്റ്റ് പറഞ്ഞേക്കുന്ന റേഷ്യോ പീപ്പിൾ ഹൂ ലൈക്ക് ഓൺലി ക്രിക്കറ്റ് ആൻഡ് ചെസ് ടുഗെദർ. ഓൺലി ക്രിക്കറ്റ് ആൻഡ് ചെസ് ടുഗെദർ നോക്കിയേ. ചെസ്സും ക്രിക്കറ്റും കൂടെ ഓൺലി വരുമ്പോൾ ഏതാ? 24. സോ 24:2. പീപ്പിൾ ഹൂ ലൈക്ക് ഓൺലി വോളിബോൾ. ഓൺലി വോളിബോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്. എത്ര വരും? 25. സോ 24:25 ഇസ് ദ ആൻസർ. ഓപ്ഷനകത്തുണ്ടോ എന്ന് നോക്കാം. 24:25. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ബിറ്റ്വീൻ പീപ്പിൾ ഹൂ ലൈക്ക് ഓൺലി വൺ ഗെയിം ടു പീപ്പിൾ ഹൂ ലൈക്ക് ഓൾ ദ ഗെയിംസ് ടുഗെദർ. പീപ്പിൾ ഹൂ ലൈക്ക് ഓൺലി വൺ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. അതിനകത്ത് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു 63. അതായത് 25 + 10 + 28 എത്രയാണ്? 63. ഓൾറെഡി അതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ടു ഓൾ ദ ഗെയിംസ് ടു പീപ്പിൾ ഹൂ ലൈക്ക് ഓൾ ദ ഗെയിംസ് ടുഗെദർ. ഓൾ ദ ഗെയിംസ് ടുഗെദർ ഏതാണ്? 50. സോ 63 - 50 ആൻസർ ഈസ് 13. എല്ലാം സിംഗിൾ ലൈനർ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. സോ 13 ഈസ് ദ ആൻസർ. The number of people who like only volleyball and cricket together. Volleyball and cricket together. Volleyball and cricket എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്. അവിടെ വാല്യൂ ഒന്നും ഇല്ല നമുക്ക്. Together is double the number of people who like only cricket. അപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ ഒള്ളിയുടെ ഡബിളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ എത്ര വരും? 56 എന്ന് വരും ഈ വാല്യൂ. ഈ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പീപ്പിൾ ഹൂ ലൈക്ക് വോളിബോൾ എന്നാണ്. പീപ്പിൾ ഹൂ ലൈക്ക് വോളിബോൾ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ വരും. മൊത്തത്തിൽ എത്ര വാല്യൂ വരുന്നത്? 25 + 12 + 50 + 56 ആണ് വാല്യൂ വരുന്നത്. സോ 25 + 50 എന്ന് പറഞ്ഞാൽ 75 ആണ്. 75, 56, 12 എത്ര വരും?
ആൻസർ ഈസ് 143. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത്. സോ ആൻസർ ഈസ് 50. ഓൾറെഡി നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നെ സോൾവ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹൂ ലൈക്ക് ചെസ് ഈസ് 7:5. Then females who like chess is what percentage more or less than people who like all the games together? So ചെസ് മൊത്തത്തിൽ എത്ര പേരാണ് നമുക്ക് തന്നിട്ടുണ്ട്? 96 പേര്. 96 പേരെ മെയിൽ ഈസ് ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:5 ആണ്. 96. സോ 12 എന്ന് പറഞ്ഞാൽ 96 ആണ്, 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ ഇത് 40, ദിസ് ഈസ് 56. സോ മെയിലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 56 ആണ്, ഫീമെയിലിൻ്റെ വാല്യൂ 40 ആണ്. Then female who like chess is what percentage? Female chessൻ്റെ വാല്യൂ 40 is what percentage more or less than people who likes all the games together? All the games together എത്രയാണ്? 50. മോർ ഓർ ലെസ് എന്നാണ് ചോദിച്ചത്. മോർ ഓർ ലെസ് എപ്പോഴും വരുമ്പോൾ അത് റേഷ്യോ ആയിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്താൽ 4:5 എന്ന് കിട്ടും. അപ്പോൾ എന്താ വരുന്നത്? ലെസ് അല്ലേ വരുന്നത്? ഫസ്റ്റ് വാല്യൂ കുറവാണ്, അപ്പോൾ പെർസെൻറ്റേജ് ലെസ് എന്നുള്ള കോൺസെപ്റ്റ് വരും. പെർസെൻറ്റേജ് ലെസ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. താഴെ വരേണ്ടത് വലിയ വാല്യൂ ആണ്, അതായത് 5. പെർസെൻറ്റേജ് മോർ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം, താഴെ വരേണ്ടത് ചെറിയ വാല്യൂ ആണ്. സോ ഓർത്ത് വെച്ചാൽ മതി, ലെസ് വരുമ്പോൾ മോർ വന്നു കഴിഞ്ഞാൽ ലെസ്. അപ്പോൾ താഴെ വരേണ്ടത് 1/5. ലെസ് ആയതുകൊണ്ട് തന്നെ വലിയ വാല്യൂ അങ്ങോട്ട് ഇട്ടു. സോ 1/5 × 100. 1/5 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയണം. ആൻസർ ഈസ് 20%. സോ 20% ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ SPPയുടെ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ ഇപ്പോൾ അടുത്ത ഷിഫ്റ്റ് വരാനുണ്ട്, 24th നമ്മുടെ നെക്സ്റ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ 24th നല്ലപോലെ പ്രയോജനം ചെയ്യും. ഓരോ ക്വസ്റ്റ്യൻസും നല്ലപോലെ സോർട്ട് ഔട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം ഓൺ 24th. അതുപോലെ തന്നെ SBI ക്ലർക്കിൻ്റെ മെയിൻസിനും ഇത് യൂസ്ഫുള്ളാണ്. ഈ അത്യാവശ്യം നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം, അപ്പോൾ അതിന് യൂസ്ഫുള്ളാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ വന്ന് ഇടുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും മുന്നോട്ട് വീഡിയോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈസ്.